കോളേജ് പ്രിൻസിപ്പൽമാരെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്ഥലം മാറ്റിയതായി പരാതി. പ്രിൻസിപ്പൽ നിയമനം ലഭിച്ച് 3 മാസമായവരെയും സ്ഥലം മാറ്റി. 27 പേരെയാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്ഥലം മാറ്റിയത്. ഇടത് അനുകൂല അധ്യാപകരെ രാഷ്ട്രീയ പ്രേരിതമായി സ്ഥലം മാറ്റിയെന്നാണ് പരാതി. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചെയ്തത്. പ്രസാദ്, ഇത്ര പെട്ടെന്നൊരു സ്ഥലം മാറ്റം, അതിന്റെ ഒരു കാരണം എന്താണ്? ഇപ്പോൾ എന്താണ് ഇത്രയും ഈ രീതിയിലുള്ള സ്ഥലമാറ്റത്തിന്റെ കാരണം എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ ഇടത് അനുഭാവം പുലർത്തുന്ന മിക്ക ആളുകളെയും വിദൂര സ്ഥലങ്ങളിലേക്കാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ 25-ാം തീയതിയാണ് 27 ഗവൺമെന്റ് പ്രിൻസിപ്പൽമാരുടെ സ്ഥലമാറ്റ ഉത്തരവ് ഇറങ്ങുന്നത്. ഇതിനകത്ത് ഒരു തരത്തിലുള്ള മാനദണ്ഡവും പാലിച്ചില്ല എന്നുള്ളൊരു പരാതിയാണ് ഉയർന്നത്. കഴിഞ്ഞ മാർച്ചിൽ പല അധ്യാപകരും കഴിഞ്ഞ മാർച്ചിലാണ് വിവിധ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരായി ചുമതലയേൽക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇവരെ അടുത്ത സ്ഥലത്തേക്ക്, വളരെ വിദൂരമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിയിട്ടുള്ളത്. ഉദാഹരണമായി ഇപ്പോൾ കോഴിക്കോട് വടകര മടപ്പള്ളി കോളേജിലെ PJ വിൻസെന്റ്, അദ്ദേഹം ഇടത് അനുഭാവിയും ചരിത്രകാരനുമാണ്. അദ്ദേഹത്തെ മൂന്നാർ ഗവൺമെന്റ് കോളേജിലേക്കാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്. കോഴിക്കോട് വിവിധ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരുടെ ഒഴിവ് നിലനിൽക്കുകയാണ് ഇത്തരമൊരു സ്ഥലമാറ്റം ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു സ്ഥലമാറ്റം അല്ലെങ്കിൽ ഒഴിവാക്കിയതെന്ന് പറയുന്നത് മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പളുടെ താൽക്കാലിക ചുമതലയായിട്ടുള്ള ഷാബില ബീവിയെ, അവർക്കെതിരെ നേരത്തെ SFI നേതാവായിരുന്ന PM ആർഷോയ്ക്ക് ചട്ടം ലംഘിച്ചുകൊണ്ട് ഹാജർ നൽകി എന്ന ഒരു ആരോപണം നിലനിന്നിരുന്നു. അവരെയും മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഭൂരിഭാഗം ആളുകളെയും ഇടതനുഭാവം പുലർത്തുന്ന ആളുകളെയാണ് വളരെ വിദൂര സ്ഥലത്തേക്ക് ഒരു തരത്തിലുള്ള മാനദണ്ഡവും പാലിക്കാതെ, ഒരു മാനുഷിക പരിഗണനയും ഇല്ലാതെ ഇവരെ സ്ഥലം മാറ്റി എന്നുള്ള പരാതിയാണ് ഉയർന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു സ്ഥലം മാറ്റം നടക്കുമ്പോൾ അതാത് ജില്ലകളിൽ ഒഴിവുണ്ടെങ്കിൽ അവിടെ ഈ നിയമനം നടത്തും. അതല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലയിൽ ആണ് അവർക്ക് നിയമനം നൽകുക. പക്ഷേ അതെല്ലാം കളഞ്ഞിട്ടാണ് ഇവരെ വിദൂര സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിയിട്ടുള്ളത്. മടപ്പള്ളി കോളേജിൽ PJ വിൻസെന്റ് കഴിഞ്ഞ മാർച്ചിലാണ് പ്രിൻസിപ്പളായി ചുമതലയേൽക്കുന്നത്. അവരെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വടകര MLA KK രമ തന്നെ സർക്കാരിനെ സമീപിച്ചതാണ്. പക്ഷേ അതൊന്നും കേൾക്കാതെയാണ് ഈ സ്ഥലമാറ്റങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ള പരാതിയാണ് ഉയരുന്നത്. ഇതിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണ്. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ രാഷ്ട്രീയമായി സ്ഥലം മാറ്റുന്നു, അവരുടെ ഒരു തരത്തിലുള്ള പരിഗണനയും നൽകാതെ സ്ഥലം മാറ്റുന്നു എന്ന പരാതിയാണ് ഉയർന്നിട്ടുള്ളത്. ശരി, വിവരങ്ങൾ നൽകിയത് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ്.